So today we want to study about the reactions in non-aqueous solvents. Okay, എങ്ങനെയാണ് റിയാക്ഷൻസ് ഒക്കെ ഈ സോൾവെൻസിൽ നടക്കുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞ ഈ സോൾവെൻസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് അയണൈസിങ് സോൾവെൻസ് ആണ്. ഓക്കെ, അയണൈസിങ് സോൾവെൻറ്റ് എന്താ അയണൈസിങ് സോൾവെൻസ് എന്ന് വെച്ചാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു അയണൈസ്, സ്വയം അയണൈസ് ചെയ്യും ആൻഡ് ക്യാൻ അയണൈസ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ അയണൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലേ. ആൻഡ് യൂഷ്വലി ദീസ് അയണൈസിങ് സോൾവെൻസ് ആർ ആസിഡ്സ് ആൻഡ് ബേസ് ക്യാരക്ടറോ അല്ലെങ്കിൽ ആസിഡ് ക്യാരക്ടറോ ഉള്ളതാണ്. സോ ദെയർ റിയാക്ഷൻസ് ആർ യൂഷ്വലി ആസിഡ് ബേസ്ഡ് റിയാക്ഷൻസ് തന്നെയാണ്. ഓക്കെ, so just before discussing about the reactions, just we can deal with the general properties of non-aqueous solvents. Okay, so first we want to study about the melting point and boiling point. മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരു സോൾവെൻറ്റ്. കാരണം നമുക്ക് ഒരു സോൾവെൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, അത് യൂസ് ചെയ്യണമെങ്കിൽ ദാറ്റ് മസ്റ്റ് ബി ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കണം അല്ലേ. സോ വി മസ്റ്റ് നോ അബൌട്ട് ദ നോൺ അക്വസ് സോൾവെൻറ്റ്സ് ആൻഡ് ദെയർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്. നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത് SO2-ഉം അമോണിയാണ് കേട്ടോ. നമ്മൾ വാട്ടറിനെ കൂടി ഇതിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, വാട്ടറിനെ കൂടി പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം if water is the solvent, its melting point is 0 degrees Celsius and boiling point is 100 degrees Celsius. So within this range, ഈ 0-ക്കും 100-നും ഇടയിൽ നമുക്കൊരു റിയാക്ഷൻ നടത്താമെങ്കിൽ we can use water നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, because in this state it will exist as a liquid. And also we learn about another solvent like H2SO4 ഒരു solvent ആണ്, and its melting points are respectively 10⁴ degrees Celsius and 300 degrees Celsius respectively. So for these type in between this temperature we can use H2SO4 as a solvent. And you know, for ammonia the temperature ranges are -77.7 degrees Celsius and -33.5 degrees Celsius. Okay, so in these temperature ranges we can use ammonia. Okay, അപ്പോൾ നോക്കൂ, യൂഷ്വൽ ടെമ്പറേച്ചർ റേഞ്ചിലുള്ള റിയാക്ഷൻസ് ഒന്നും അല്ല അമോണിയ തരുന്ന റിയാക്ഷൻസ്. സോൾവെൻറ്റ് ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻസ് ഒന്നും യൂഷ്വൽ ടെമ്പറേച്ചറിൽ നടക്കില്ല. അപ്പോൾ ഈ വിത്തിൻ ദീസ് ടെമ്പറേച്ചർ റേഞ്ച് വി ക്യാൻ യൂസ് അമോണിയ. ആൻഡ് ഓൾസോ ഫോർ SO2 the temperature are -75.5 degrees Celsius and -10.1 degrees Celsius. So for this temperature range we can use SO2, NH3, etc. Next property is dielectric constant. Suppose we have two ions having charges Q plus and Q minus. The force of attraction between them can be represented as F is equal to Q plus Q minus divided by dr squared, where d is called as the dielectric constant. Okay, രണ്ട് ions തമ്മിലുള്ള force of attraction നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, where d is called as the dielectric constant. അപ്പോൾ നോക്കൂ, ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതലാണെങ്കിൽ അതിലുള്ള അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവായിരിക്കും അല്ലേ. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് കുറവാണെങ്കിൽ അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, സോ സപ്പോസ് എ സോൾവെൻറ്റ് ഹാവിങ് ഹൈ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, നല്ല ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഉള്ള ഒരാളാണ് എങ്കിൽ അതെന്ത് ചെയ്യും, പെട്ടെന്ന് അയണൈസ് ചെയ്യും, അല്ലെങ്കിൽ വേറൊരാളെ അയണൈസ് ചെയ്യിക്കാനുള്ള കഴിവ് ഇയാൾക്ക് കൂടുതലായിരിക്കും. For example, water, the dielectric constant is about 78.4 ആണ് വാട്ടറിൻ്റെ. ഓക്കെ, സോ വാട്ടർ നല്ല സോൾവെൻ്റ് ആണ്. ഇറ്റ് ക്യാൻ അയണൈസ് മോസ്റ്റ് ഓഫ് ദ അയോണിക് സൊല്യൂട്ട്സിനെയൊക്കെ നന്നായിട്ട് അത് അയണൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് in the case of ammonia its dielectric constant is only 16.6 വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കൂ, അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കുറവാണ്. അപ്പോൾ അതിന് അത്ര ഒരു അയോണിക് സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിക്കാനുള്ള കഴിവ് അതിന് കുറവാണ്. ആൻഡ് ഫോർ SO2 ഇറ്റ്സ് ഓൺലി 22.6 ഐ തിങ്ക്. സോ ഇതെല്ലാം ലോ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ളവർ. അപ്പോൾ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് എ ബെറ്റർ സോൾവെൻറ്റ് ഫോർ പോളാർ അയോണിക് സൊല്യൂട്ട്. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഹാവിങ് ലോ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലത് വാട്ടറാന്ന് പറയാനുള്ളൊരു റീസൺ കൂടി അതാണ്. നല്ല ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിന് നന്നായിട്ട് അയണിക് സൊല്യൂട്ടിനെയൊക്കെ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റും. ഇവർക്ക് അത്ര കഴിവില്ല. പക്ഷേ വാട്ടറിൽ നടക്കാത്ത പല റിയാക്ഷൻസും നമുക്ക് അമോണിയയിലും SO2-ലും വെച്ചിട്ട് നമുക്ക് ക്യാരി ചെയ്യാം. ഓക്കെ,
Next property is dipole moment. Okay, dipole moment that represents the polarity. Higher the polarity of the solvent, greater is the solute solvent interaction and greater is its ability to dissociate the solute. Okay, so what will happen, higher polarity ആണെങ്കിൽ സോൾവേഷൻ എനർജി കൂടുതലായിരിക്കും. എന്താ സോൾവേഷൻ എന്ന് വെച്ചാൽ ഒരു അയോണിൻ്റെ ചുറ്റും ഈ സോൾവെൻ്റ് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന് അതിനെ കെട്ടിപ്പിടിച്ചിരിക്കുക അല്ലേ, അപ്പോൾ അങ്ങനെ അതാണ് സോൾവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോൾവേഷൻ എനർജി വളരെ കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് നന്നായി നടക്കും. So higher the polarity, solvation energy will be high. So polarity determine ചെയ്യുന്ന ഫാക്ടറാണ് dipole moment. So higher the dipole moment, the solute have the better capacity to ionize ionic and polar solute. അയോണിക്കും പോളാർ ആയിട്ടുള്ള സൊല്യൂട്ടിനെയൊക്കെ ഡിസോൾവ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി ഹൈ dipole moment ഉള്ള എല്ലാ സോൾവെൻസിനും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ വാട്ടർ ഹാവിങ് dipole moment is equal to 1.85 dBi. ഓക്കെ, 1.85 dBi ആണ്. ആൻഡ് ഫോർ അമോണിയ 1.47 dBi ആണ്. അപ്പോൾ വാട്ടർ തന്നെയാണ് നല്ല സോൾവെൻ്റ് അല്ലേ, നോക്കൂ dipole moment കൂടുതലാണ്. സോ ഹയർ ദ dipole moment, ഹയർ ദ പോളറൈസിങ് പവർ, ഹയർ ദ സോലിബിലിറ്റി പവർ, സോലിബിൾ ആക്കാനുള്ള പവർ കൂടുതലായിരിക്കും. പക്ഷെ കുഴപ്പമില്ല, അമോണിയയും വലിയ കുഴപ്പമില്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് dipole moment കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് വിസ്കോസിറ്റി. ഓക്കെ, നമുക്കറിയാം വിസ്കോസിറ്റി എത്രത്തോളം വിസ്കസ് ആണ് എന്നുള്ളത് അല്ലേ. നമുക്കറിയാം സോൾവെൻറ്റിൽ വെച്ചിട്ടാണ് പ്രസിപ്പിറ്റേഷൻ, ഫിൽട്രേഷൻ, ക്രിസ്റ്റലൈസേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഹൈലി വിസ്കസ് ആണെങ്കിൽ ഈ പ്രോസസ്സ് ഒന്നും നടക്കില്ല. നിങ്ങളിനി ക്രിസ്റ്റലൈസേഷനൊക്കെ ചെയ്യും, അപ്പോൾ വളരെ ഡൈല്യൂട്ട് സൊല്യൂവൻ്റ് ആകുമ്പോഴാണ് നല്ല ഭംഗിയുള്ള ക്രിസ്റ്റൽസൊക്കെ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് ഇത് നന്നായി ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റില്ല, പ്രസിപ്പിറ്റേഷനും ഫിൽട്രേഷനൊക്കെ. ഫോർ എക്സാമ്പിൾ സൾഫ്യൂരിക് ആസിഡ് ഒരു സോൾവെൻ്റ് ആണ് അല്ലേ, പക്ഷേ ഇതൊരു ഹൈലി വിസ്കസ് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ഈ പ്രോസസ്സൊന്നും ഈസി അല്ല. ബട്ട് അമോണിയ ഒരു നല്ല സോൾവെൻ്റാണ് ഇൻ ടേംസ് ഓഫ് വിസ്കോസിറ്റി, ലോ വിസ്കോസിറ്റിയാണ്. സോ വെരി ലോ വിസ്കോസിറ്റിയാണ് അമോണിയയ്ക്ക്. സോ ദാറ്റ് ഈസ് ഹൈ ഫ്ലൂയിഡിറ്റി ആണ്, വാട്ടറിനേക്കാൾ ലോ വിസ്കോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ബെറ്റർ സോൾവെൻ്റാണ് ഈ കാര്യങ്ങൾക്കൊക്കെ. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോൾവെൻറ്റ്. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ച മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, dipole moment, വിസ്കോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ റിയാക്ഷൻ ചെയ്യാൻ ഏതാ ബെറ്റർ സോൾവെൻ്റ് എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞില്ലേ ഫസ്റ്റ് വാല്യൂ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് അമോണിയയുടെ 16.6 എന്നാണ് പറഞ്ഞത് കേട്ടോ. അത് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂ ആണ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഒരു ടേബിളിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ചു തരാം. ഞാൻ പറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് വേറെ ടെമ്പറേച്ചറിലാണ്, 20 ടെമ്പറേച്ചറിലാണ്. അമോണിയയുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് -33.5 ആണ്. ടീച്ചർ പറഞ്ഞാൽ -20യിലുള്ള വാല്യൂ ആണ്. ഓക്കെ, അത്രയും വ്യത്യാസമുള്ളൂ. ഓക്കെ, നൗ ദ കെമിസ്ട്രി ഇൻ ലിക്വിഡ് അമോണിയ. നമ്മൾ കൂടുതലായിട്ട് ലിക്വിഡ് അമോണിയയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ലിക്വിഡ് അമോണിയ നമുക്കറിയാം ഇറ്റ് ഈസ് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഹാവിങ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് -77.7 ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് -33.5 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ. ആൻഡ് യു നോ വെൻ കമ്പയർഡ് ടു വാട്ടർ ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് സോൾവെൻറ്റ്. വാട്ടറിനെ അപേക്ഷിച്ച് ഇതൊരു നല്ല സോൾവെൻറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഇറ്റ് ഹാവ് ലോ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, dipole moment, അയണിക് പ്രോഡക്റ്റ് എക്സെട്ര. ഓക്കെ, അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് സോൾവെൻറ്റ് വെൻ കമ്പയർഡ് ടു വാട്ടർ ഇൻ ദ കേസ് ഓഫ് അയോണിക് സൊല്യൂട്ട്സ്. അയോണിക് അല്ലെങ്കിൽ പോളാർ സൊല്യൂട്ട് വെച്ചിട്ടുള്ളൊരു റിയാക്ഷൻ ചെയ്യുമ്പോൾ അതിനേക്കാൾ വാട്ടറാണ് നല്ലത് വെൻ കമ്പയർഡ് ടു അമോണിയ. ദെൻ യൂഷ്വലി മൾട്ടിവാലൻറ്റ് ആനിയോൺസ് ഒക്കെ ഉണ്ട്. മൾട്ടിവാലൻ്റ് എന്ന് വെച്ചാൽ കാർബണേറ്റ്, CO3 2-, സൾഫേറ്റ് SO4 2-, അങ്ങനെ മൾട്ടി വാലൻറ്റ് ആനിയോൺസ് വരിക. പിന്നെ ചെറിയ അയോൺസ് F- എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞീതല്ലേ, OH- ഒക്കെ അങ്ങനെയുള്ള കേസിലൊന്നും അമോണിയ നല്ലൊരു സോൾവെൻ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഹാലൈറ്റ്സ് ദ ഓർഡർ ഇങ്ങനെ പറയുന്നത് F- ഗ്രേറ്റർ ദാൻ Cl- ഗ്രേറ്റർ ദാൻ Br- ഗ്രേറ്റർ ദാൻ I-. അപ്പോൾ I- വരുമ്പോൾ അമോണിയ ഒരു നല്ല സോൾവെൻ്റാണെന്നാണ് പറയുന്നത്. കാരണം സോലിബിലിറ്റി ആണല്ലോ. I- എബിലിറ്റി എന്ന് പറയുന്നത് പോളറൈസബിലിറ്റിയാണ്, ഹൈ പോളറൈസബിലിറ്റിയാണ്. അങ്ങനെ പോളറൈസബിൾ നേച്ചറുള്ള അയോൺസൊക്കെയാണ് എങ്കിൽ വാട്ടറിനേക്കാൾ നല്ല ഒരു സോൾവെൻ്റ് എന്ന് പറയുന്നത് അമോണിയയാണ്. ഓക്കെ, സോ ഫോർ അയോൺസ് ലൈക്ക് I-, SCN-, NO3-, ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ പോളറൈസബിൾ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോളറൈസബിൾ നേച്ചറുള്ള ഇങ്ങനെയുള്ള അയോൺസ് കണ്ടെയ്നിങ് ചെയ്ത കോമ്പൗണ്ട്സിൻ്റെ റിയാക്ഷൻ നടത്തുമ്പോൾ ബെറ്റർ സോൾവെൻ്റ് ഈസ്
അമോണിയ വെൻ കമ്പയർഡ് ടു വാട്ടർ. ഓക്കെ, അല്ലാതെ നാച്ചുറൽ അയോണിക് ടൈപ്പൊക്കെ ആകുമ്പോൾ ഏറ്റവും നല്ലത് വാട്ടറാണ്. ഇത് നോക്കൂ, ഹൈ മാസ് വരുമ്പോൾ തന്നെ ഇത് കുറയും, അയോണിക് ക്യാരക്ടർ കുറയുകയാണല്ലോ ചെയ്യുന്നത്. പോളറൈസബിലിറ്റി, ഒരു പോളറൈസിങ് നേച്ചറാണ് അവർക്ക് വരിക. അങ്ങനത്തെ കേസിൽ ബെറ്റർ ഈസ് അമോണിയ. അപ്പോൾ നോക്കൂ, ഈ അയോൺസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അമോണിയയെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സെർട്ടൻ മെറ്റൽസ് ലൈക്ക് കൊബാൾട്ട് 2+, നിക്കൽ 2+, പല്ലേഡിയം 2+, കോപ്പർ 2+, ഇവരൊക്കെ വരികയാണെങ്കിൽ, പ്ലാറ്റിനം, ഓക്കെ, ഇവരൊക്കെ വരികയാണെങ്കിൽ നമുക്ക്, അതായത് ഇവരുള്ള കോമ്പൗണ്ട്സ് വരികയാണെങ്കിൽ വി ക്യാൻ യൂസ് അമോണിയ, ബിക്കോസ് അമോണിയ ഹാവ് എ ടെൻഡൻസി ടു ഫോം കോർഡിനേറ്റ് ബോണ്ട് വിത്ത് ദിസ് മെറ്റൽസ്. മെറ്റൽസ് എന്ന് പറയുന്നത് ലൂയിസ് ആസിഡ്സ് ആണ്, അമോണിയ ലൂയിസ് ബേസ് ആണ് അല്ല. അപ്പോൾ ഒരു കോർഡിനേറ്റ് ബോണ്ടിനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു കോംപ്ലക്സസ്. അതിനെ നമ്മൾ അമീൻ കോംപ്ലക്സസ് എന്നാണ് പറയുക. നിങ്ങൾ 6th സെമ്മിൽ പഠിക്കൂ കേട്ടോ കോംപ്ലക്സ് ഒക്കെ. അപ്പോൾ അമീൻ കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് വേഗം റിയാക്ഷൻ നടത്താൻ അമോണിയയ്ക്ക് പറ്റും. സോ ദീസ് ടൈപ്പ് ഓഫ് മെറ്റൽ കോമ്പൗണ്ട്സ് വിൽ റെഡിലി ഗീവ്സ് പ്രോഡക്ട്സ് വിത്ത് അമോണിയ സോൾവെൻറ്റ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഓർഗാനിക് റിയാക്ഷൻസും നമുക്ക് അമോണിയ, നമുക്ക് വാട്ടറിൻ്റെ ഒരു ഡ്രോബാക്ക് അതായിരുന്നു അല്ലേ, ഓർഗാനിക് കോമ്പൗണ്ട്സ് അതിലത്ര ഡിസോൾവ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഓർഗാനിക് റിയാക്ഷൻസും വി ക്യാൻ റെഡിലി ക്യാരി ഔട്ട് ഇൻ അമോണിയ, ലൈക്ക് ദ റിയാക്ഷൻസ് ഓഫ് ഫിനോളിൻ്റെ റിയാക്ഷൻസ്, അമീൻ്റെ റിയാക്ഷൻസ്, ദെൻ കാർബോക്സിലിക് ആസിഡ്സ്. ഇതൊരു ബേസ് ആയതുകൊണ്ട് ആസിഡ് റിയാക്ഷൻസ് എല്ലാം നമുക്ക് അമോണിയയിൽ വെച്ചിട്ട് നമുക്ക് നടത്താൻ പറ്റും. നെക്സ്റ്റ് വി വോണ്ട് ടു സ്റ്റഡി ദ റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയയിൽ വെച്ച് നടത്തുന്ന റിയാക്ഷൻസ് ഏതൊക്കെയാണ്? കുറേ റിയാക്ഷൻസ് ഉണ്ട്. മെറ്റൽസ് ഇൻ അമോണിയ, ആസിഡ് ബേസ് റിയാക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ കോംപ്ലക്സ് ഫോർമേഷൻ റിയാക്ഷൻസ്, പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ, അങ്ങനെ കുറച്ചെണ്ണം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സൊല്യൂഷൻസ് ഓഫ് മെറ്റൽസ് ഇൻ അമോണിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റൽസ് ഇൻ അമോണിയ. ഈ റിയാക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. സൊല്യൂഷൻസ് ഓഫ് മെറ്റൽസ് ഇൻ അമോണിയ, മെറ്റൽസ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, ഇവരൊക്കെ. ഓക്കെ, അത് അമോണിയയിൽ എന്ത് ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷനാണ് തരുന്നത്? നമുക്കറിയാം വാട്ടറിൽ ഇവരെ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. ദേ ആർ ഹൈലി റിയാക്റ്റീവ്, ദേ വിൽ റിലീസ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ബട്ട് ദീസ് മെറ്റൽസ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, പക്ഷേ നമുക്ക് കാണാം ഈ വെൻ ദീസ് മെറ്റൽസ് ആർ ഡിസോൾവ്സ് ഇൻ അമോണിയ ഇറ്റ് വിൽ ഡെവലപ്പ് എ ഡീപ്പ് ബ്ലൂ കളർ. നമുക്കൊരു ഡീപ്പ് ബ്ലൂ കളറ് ഡെവലപ്പ് ചെയ്തതായിട്ട് കാണാം. So sodium, potassium like metals that cannot be dissolved in water, that cannot be used in water, when it is dissolved in ammonia it will not release hydrogen and the solutions are of deep blue color. ഓക്കെ, ദെൻ അതിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഫസ്റ്റ് എന്ന് പറഞ്ഞത് നമുക്കറിയാം ഡിഫറെൻറ്റ് മെറ്റൽസ് യൂസ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഈ ഡീപ്പ് ബ്ലൂ കളറാണ് വരുന്നത്. ആൻഡ് ദ കളർ ആൻഡ് ഇറ്റ്സ് അബ്സോർപ്ഷൻ സ്പെക്ട്ര, എത്രത്തോളം ചിലത് കുറച്ച് കളർ കുറവായിരിക്കും കൂടുതലായിരിക്കും അല്ലേ. അബ്സോർപ്ഷൻ സ്പെക്ട്ര ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മെറ്റൽ ഡിസോൾവ്. ഏത് മെറ്റലാണോ ഉപയോഗിച്ചത് അതിനെ പറ്റിയിട്ട് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം നമ്മൾ ഡിഫറൻസ് മെറ്റൽസ് യൂസ് ചെയ്യുമ്പോഴൊക്കെ സെയിം കളർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കളർ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്ര ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മെറ്റലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏത് മെറ്റൽ എടുത്താലും നമുക്ക് സെയിം കളർ ആൻഡ് ഇൻറ്റൻസിറ്റിയാണ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്കത് പഠിച്ചപ്പോൾ മനസ്സിലായത് ദേ ആർ ഹൈലി കണ്ടക്റ്റിംഗ്. അതിന് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് ദ കണ്ടക്ടിവിറ്റി ഈസ് സിമിലർ ടു ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ. നമുക്കറിയാം ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ. എന്താ ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ? ഹിയർ ദ ഇലക്ട്രിസിറ്റി ഈസ് ക്യാരിഡ് ബൈ അയോൺസ് മൂലം ഉണ്ടാകുന്ന കണ്ടക്ഷനാണ് ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ. മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റലിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ അതേ കണ്ടക്ഷൻ തന്നെയാണ് നമ്മളുടെ ഈ മെറ്റലിൻ അമോണിയയ്ക്കും തരുന്നത്. അതും കണ്ടക്റ്റിംഗ് ആണ്. ഓക്കെ, സോ എന്തൊക്കെയാണ് മെറ്റൽസ് ഇൻ അമോണിയയുടെ പ്രോപ്പർട്ടീസ്? കളർ ഡെവലപ്പ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി മെറ്റൽ. ദെൻ ദാറ്റ് ഈസ് കണ്ടക്റ്റിംഗ് ഇൻ നാച്ചർ ആൻഡ് ഇറ്റ് ഈസ് കമ്പയറബിൾ ടു നോട്ട് സെയിം എന്ന ടീച്ചർ പറഞ്ഞത്, അത് സെയിം അല്ല കേട്ടോ. ഇറ്റ്സ് കമ്പയറബിൾ ടു ദ ഇലക്ട്രോലിറ്റിക്. അതായത് ഇലക്ട്രോലിറ്റിക്കിൽ എങ്ങനെയാണോ കണ്ടക്ഷൻ നടക്കുന്നത് അതുപോലെ എന്നല്ല, അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് കമ്പയറബിൾ ടു ഇലക്ട്രോലൈറ്റിക് conduction. Okay, and the next point is they are paramagnetic. A solution
പാരാമാഗ്നറ്റിക് ബിഹേവിയർ ആണ്. എന്താ ഇപ്പോൾ പാരാമാഗ്നറ്റിക് എന്ന് വെച്ചാൽ ദ സബ്സ്റ്റൻസസ് ഷോ പാരാമാഗ്നറ്റിക് ഈസ് ഹാവിങ് അൺപെയർഡ് ഇലക്ട്രോൺസ് അല്ലേ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളവരാണ് പാരാമാഗ്നറ്റിക്. നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റൽ എടുത്തിട്ട് അമോണിയയിൽ ഡിസോൾവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിന് പാരാമാഗ്നറ്റിക് നേച്ചർ ഉണ്ട്. Then they have densities that is comparable to that of ammonia. നമ്മൾ മെറ്റൽ എടുത്ത് ഇതിൽ ഡിസോൾവ് ചെയ്താലും അമോണിയയുടെ അതേ ഡെൻസിറ്റിയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ദെൻ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിലീസ് ഹൈഡ്രജൻ ഓൺ സ്റ്റാൻഡിങ്. then it will slowly release hydrogen. അപ്പോൾ നമുക്ക് ആ ഹൈഡ്രജൻ്റെ ഇവല്യൂഷൻ കൂട്ടാൻ വേണമെങ്കിൽ നമുക്ക് കാറ്റലിസ്റ്റ് ലൈക്ക് Fe2O3 ആൻഡ് ഫൈനലി ഡിവൈഡഡ് അയൺ, പ്ലാറ്റിനം ഓർ ഇൻസ്റ്റെഡ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് പാസ് ചെയ്താൽ പോലും അത് ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. മെറ്റൽസ് ഇൻ അമോണിയ. മെറ്റൽസ് വിൽ റെഡിലി ഡിസോൾവ്സ് ഇൻ അമോണിയ വിത്തൗട്ട് എവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ദ സൊല്യൂഷൻ ഹാവിങ് എ ഡീപ്പ് ബ്ലൂ കളർ. And what are the properties? The color and the absorption intensity, absorption spectra independent of metal, and it is conducting in nature and is comparable to the conductivity of electrolytic solutions, and they are paramagnetic. Their density is similar to that of ammonia, and it will release hydrogen slowly when it is stand for some time, and the process can be increased by the presence of certain catalysts like Fe2O3, iron, platinum, UV, etc. Okay, so based on this characteristic, ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് മെറ്റൽ ഇൻ അമോണിയയെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. മെറ്റൽ ഡിസോൾവ്സ് ഇൻ അമോണിയ അല്ലേ. നമ്മളിവിടെ X+Y അമോണിയ എന്നാണ് എഴുതാൻ പോകുന്നത്. അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. M+NH3X ടൈം പ്ലസ് E മൈനസ് NH3Y ടൈംസ് എന്ന് നമുക്കിതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മെറ്റൽ ഇൻ അമോണിയ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. എന്താ വെച്ചാൽ മെറ്റൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് M++ ഇലക്ട്രോൺ ഉണ്ടാവും. ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് പോയ M+ അല്ലേ. ഈ M+ ഉണ്ടായ ഉടനെ കുറേ അമോണിയ വന്നിട്ട് ഇതിൻ്റെ ചുറ്റും അങ്ങോട്ട് നിൽക്കും. അതാണ് കണ്ടു അമോണിയേറ്റഡ് മെറ്റൽ അയോൺ എന്ന് പറയുന്നത്. അമോണിയേറ്റഡ് മെറ്റൽ കാറ്റയോൺ. അമോണിയേറ്റഡ് എന്ന് പറഞ്ഞാൽ NH3X ടൈംസ് എന്ന് പറയുന്നത് ഈ മെറ്റൽ M+നെ ഇങ്ങനെ അമോണിയ മോളിക്യൂൾ ഇങ്ങനെ സറൗണ്ട് ചെയ്ത്. ദെൻ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, ഇലക്ട്രോൺസ് എന്താ ചെയ്യുക വെച്ചാൽ ഈ സോൾവെൻറ്റിൻ്റെ ക്യാവിറ്റീസിൽ നോക്കൂ. ഈ അമോണിയ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ എച്ച് അമോണിയയുടെ എന്താണ് ഒരു പിരമിഡൽ ഷേപ്പാണ് അല്ലേ. ഓക്കെ, ഇതിന് അടുത്ത അമോണിയ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ക്യാവിറ്റീസ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു ഫ്രീ സ്പേസിൽ പോയിട്ടാണ് അതിൽ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് അവിടെ കിടക്കും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് ഇതിൻ്റെ ഇടയിൽ കയറി കിടക്കുമ്പോൾ അവർ എങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ ദിസ് ഹൈഡ്രജൻസ് ആർ പോയിൻറ്റിങ് ടുവേർഡ്സ് ദ ഇലക്ട്രോൺ. അടുത്ത അമോണിയ വിടുക, അതിൻ്റെ ഹൈഡ്രജൻസ് ഇങ്ങോട്ട്, അടുത്ത അമോണിയ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിനെ അമോണിയ ഇങ്ങനെ ചുറ്റിയിരിക്കും. ഓക്കെ, ഇവർ ഡിസോസിയേറ്റ് ഉടനെ തന്നെ കുറേ അമോണിയ വന്നിട്ട് ഇതിൻ്റെ ചുറ്റും നിൽക്കും, കുറേ അമോണിയ വന്നിട്ട് ഇതിൻ്റെ ഇലക്ട്രോൺ. അതിനെയാണ് സോൾവേഷൻ നടക്കുക എന്ന് പറയുക അല്ലേ. സോൾവെൻറ്റ് വന്നിട്ട് ഇങ്ങനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന പ്രോസസ്സാണ് സോൾവേഷൻ. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺസ് എവിടെയാണ് നിൽക്കുന്നത്? ദേ ആർ ഇൻ ദ ക്യാവിറ്റീസ് ഓഫ് ദ സോൾവെൻറ്റ്. സോ മെറ്റൽ ഇൻ അമോണിയ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് വെൻ എ മെറ്റൽ ഡിസോൾവ്സ് ഇൻ അമോണിയ ഇറ്റ്സ് ഡൈല്യൂട്ട് സൊല്യൂഷൻ കണ്ടെയ്ൻസ് അമോണിയേറ്റഡ് ആൽക്കലി മെറ്റൽ അയോൺ ആൻഡ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു മെറ്റൽ അമോണിയയിൽ ഡിസോൾവ് ചെയ്തു വെച്ചാൽ വി വിൽ ഗെറ്റ് അമോണിയേറ്റഡ് മെറ്റൽ കാറ്റയോൺ ആൻഡ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. ഇത് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ ഫസ്റ്റ് എന്താ പറഞ്ഞത്? ഒരു ഡീപ്പ് ബ്ലൂ കളറാണ് എന്ന് പറഞ്ഞു അല്ലേ. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ് ഡീപ്പ് ബ്ലൂ കളർ? യു നോ ദ സിസ്റ്റം. When metals dissolve in liquid ammonia, that can absorb radiations. So that can absorb a radiation with a lambda max up to 1500 nanometer, and there occurs electron excitement. The electrons will excited from, that is the ammoniated electrons will excited from lower energy level to higher energy levels, and they will return back with emission of radiation. That is the reason for blue color of the solution. സൊല്യൂഷനായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സോഡിയം എടുത്തിട്ട് അമോണിയയിൽ ഇട്ടു. അപ്പോൾ നമുക്കിവിടെ ഒരു ഇലക്ട്രോൺ കിട്ടി. പൊട്ടാസ്യം എടുത്തിട്ട് അമോണിയ, അപ്പോഴും ഇവിടുന്ന് ഇലക്ട്രോൺ കിട്ടി. അപ്പോൾ ഇലക്ട്രോൺസ് ആണ് റെസ്പോൺസിബിൾ. സോ ദാറ്റ് ബ്ലൂ കളർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മെറ്റൽ. നമ്മൾ ഏത് മെറ്റൽ എടുത്താലും
ബ്ലൂ കളർ കിട്ടാനുള്ള കാരണം ദ ബ്ലൂ കളർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ, നോട്ട് ദ മെറ്റൽ. ക്യാരക്ടറിസ്റ്റിക് മെറ്റലുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദ ബ്ലൂ കളർ ഈസ് ഡ്യൂ ടു ദി അബ്സോർപ്ഷൻ ഓഫ് റേഡിയേഷൻ ബൈ ഇലക്ട്രോൺസ്. ദ ഇലക്ട്രോൺസ് ആർ എക്സൈറ്റഡ് ആൻഡ് വെൻ ദേ റിട്ടേൺ ബാക്ക് ടു ദ ഒറിജിനൽ പൊസിഷൻ ദേ വിൽ എമിറ്റ് റേഡിയേഷൻസ് ഇൻ ദ റേഞ്ച് ബ്ലൂ. ദെൻ ദ സെക്കൻഡ് നമ്മൾ പറഞ്ഞു ദ കളർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മെറ്റൽ. വാട്ട് എവർ ബി ദ മെറ്റൽ, ദ പ്രൊഡ്യൂസ്ഡ് തിങ്സ് ആർ ഇലക്ട്രോൺസ്. അപ്പോൾ ഏത് മെറ്റലായാലും ബ്ലൂ കളറോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റിയോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മെറ്റൽ. ഇനി നോക്കൂ, എന്തായിരുന്നു രണ്ടാമത് നമ്മൾ പറഞ്ഞത്? ദേ ഹാവ് കണ്ടക്റ്റിംഗ് നേച്ചർ. കണ്ടക്ടിവിറ്റി ഉണ്ട് അല്ലേ, ഇലക്ട്രിസിറ്റി അത് കണ്ടക്ട് ചെയ്യും. ആൻഡ് ദ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു, നോ ഡൗട്ട് ഇറ്റ് ഈസ് ഡ്യൂ ടു അയോൺസ്. അമോണിയേറ്റഡ് മെറ്റൽ അയോണും അമോണിയേറ്റഡ് ഇലക്ട്രോൺസും ആണ് എനർജി, അതായത് ഇലക്ട്രിസിറ്റിയെ ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷന് അതുമായിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞത്. ഓക്കെ, സോ കണ്ടക്ടിവിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദ കണ്ടക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദി മൂവ്മെൻറ്റ് ഓഫ് അയോൺസ്. ഏതൊക്കെയാണ് അയോൺസ്? അമോണിയേറ്റഡ് മെറ്റൽ കാറ്റയോൺ ആൻഡ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. എന്നാൽ ഇനി പിന്നെ മൂന്നാമത് നമ്മൾ എന്താ പറഞ്ഞത്? ദേ ആർ പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു അല്ലേ. വൈ പാരാമാഗ്നറ്റിക്? ഇറ്റ് കണ്ടെയ്ൻസ് ട്രാപ്ഡ് ഇലക്ട്രോൺസ്. ഫ്രീ ആയ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മളതിനെ എന്ത് പറഞ്ഞത്? പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ പറഞ്ഞത് നമുക്കറിയാം ഇത് കുറച്ച് നേരം വച്ച് കഴിഞ്ഞു വെച്ചാൽ ഹൈഡ്രജൻ റിലീസ് ചെയ്യുമെന്ന് അല്ലേ. അതിനുള്ള കാരണം ഈ അമോണിയേറ്റഡ് ഈ മൈനസ് NH3 ടൈംസ് അമോണിയേറ്റഡ് ഇലക്ട്രോൺ. അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ Fe2O3 പറഞ്ഞൊരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ചേഞ്ച് ടു അമൈഡായി മാറും. NH2 മൈനസ് ആണ് അമൈഡ്, പ്ലസ് ഹാഫ് H2 ഹൈഡ്രജൻ റിലീസ് ചെയ്യും, പ്ലസ് Y-1 NH3 അമോണിയയായി മാറും. സോ ഇതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു സ്റ്റേറ്റ് ആണ്. ജസ്റ്റ് നമുക്കൊരു UV ലൈറ്റ് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വല്ല അയൺ കാറ്റലിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതെന്തായി മാറും? അമൈഡായി മാറും. NH2 മൈനസ് പ്ലസ് ഹൈഡ്രജൻ റിലീസ് ചെയ്യും, അമോണിയയായിട്ട് മാറും. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ ഇവാപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് കറസ്പോണ്ടിങ് മെറ്റൽ മാത്രമായിട്ട് നമുക്ക് കിട്ടും. ആരാണോ ഡിസോൾവ് ചെയ്തത് അയാളെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, സോ പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബെർലിയം ഒഴികെയുള്ളത്. ഓക്കെ, പിന്നെ ലാന്തനൈഡ് മെറ്റൽസ് ലൈക്ക് യൂറോപ്പിയം, ഇറ്റർബിയം ഒക്കെ അതെല്ലാം ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവരും ആൽക്കലി മെറ്റൽസ് മാത്രമല്ല, ഈ മെറ്റൽസ് ലൈക്ക് ആൽക്കലൈൻ എർത്ത്. ഓക്കെ കുട്ടികളെ, അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയയാണ്. അതിലാദ്യം നമ്മൾ പഠിച്ചു മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ. ഓക്കെ, അപ്പോൾ ലിക്വിഡ് അമോണിയ മാത്രമായിട്ട് നമുക്കൊരു സോൾവെൻ്റായിട്ട് ഉപയോഗിക്കാം. ഈ മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയയും നമ്മളൊരു സോൾവെൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്, റിയാക്ഷൻസ് ഇൻ മെറ്റൽ അമോണിയ സൊല്യൂഷൻ. ഓക്കെ, പിന്നെയുള്ളതൊക്കെ വെറും അമോണിയ ഉള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ എങ്ങനത്തെ റിയാക്ഷൻസാണ് ഇതിന് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം മെറ്റൽസ് ഇൻ അമോണിയ എന്ന് പറയുന്നത് രണ്ടാണ്. that contains ammoniated cation and ammoniated electron ഉണ്ട് അല്ലേ. ആ ഇലക്ട്രോൺസ് എല്ലാം ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ അതായത് ഒന്നിലും ബൗണ്ട് ചെയ്ത് കിടക്കുന്നില്ല. അതുകൊണ്ട് there are lot of free electrons, or we can say there is a sea of electrons ഇഷ്ടംപോലുള്ളൊരു ഒരു പൂളാണ് അല്ലേ ഈ മെറ്റൽ ഇൻ ലിക്വിഡ് അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തരം റിയാക്ഷൻസ് ഇതിന് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺ ആവശ്യമുള്ളവർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കൊടുക്കും അല്ലേ. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഡ്യൂസിങ് പ്രോപ്പർട്ടീസ്. സോ മെറ്റൽ അമോണിയ സൊല്യൂഷനെ നമ്മളൊരു സോൾവെൻ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പല റിഡക്ഷൻ റിയാക്ഷൻസും ഇതിൽ നടത്താൻ പറ്റും. കാരണം ഇതിനൊരു റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉണ്ട്. ഇലക്ട്രോണിനെ കൊടുത്തിട്ട് ഒരാളെ അതിന് റെഡ്യൂസ് ചെയ്യിക്കാനുള്ള കഴിവുണ്ട്. വൈ ദിസ് പ്രോപ്പർട്ടി? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് സീ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, സോ നമുക്ക് ഏതൊക്കെ റിഡക്ഷൻ പ്രോപ്പർട്ടീസാണ്, റിഡക്ഷൻ റിയാക്ഷൻസാണ് ഇതിൽ ചെയ്യാൻ പറ്റുക നോക്കിയേക്കാം. ഒന്നാമത് നമ്മൾ ഈ മെറ്റലിൻ അമോണിയ സൊല്യൂഷൻ എടുത്തു വിചാരിച്ചോളൂ. അപ്പോൾ അതിൻ്റെ കളർ എന്താണ്? ബ്ലൂ കളറാണ്. ഓക്കെ, അതിലേക്ക് നമ്മളൊരു അമോണിയം സോൾട്ട് ഇടുക വിചാരിച്ചോളൂ. അമോണിയം സോൾട്ട് എന്ന് പറഞ്ഞാൽ NH4+ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ സൊല്യൂഷൻ ഏതാണ്? മെറ്റലിൻ
അമോണിയ, ലിക്വിഡ് അമോണിയ അല്ലേ. അപ്പോൾ നമ്മൾ ലിക്വിഡ് അമോണിയ നമ്മൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യണം കേട്ടോ, NH3 ലിക്വിഡ്. സോ ഏതെങ്കിലും ഒരു അമോണിയം സോൾട്ട്, ഇതിൻ്റെ കളർ ബ്ലൂ ആണ്, ഇത് ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ബ്ലൂ കളർ വിൽ ബി ഡിസപ്പിയർ വിത്ത് ദ ഫോർമേഷൻ ഓഫ് അമോണിയ. NH3 പ്ലസ് 2 ഹൈഡ്രജൻ റിലീസ് ചെയ്യും, ദെൻ Na+ ഉണ്ട്. അപ്പോൾ നോക്കൂ, NH4+നെ ഈ ഒരു സിസ്റ്റം റെഡ്യൂസ് ചെയ്തിട്ട് NH3 ആയി. പ്ലസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇലക്ട്രോൺ കൊടുത്തപ്പോഴാണ് NH3 ആയത് അല്ലേ. സോ NH4+നെ അത് Next, we can prepare metal superoxides and metal peroxides in metal and liquid ammonia solution. നമ്മളുടെ സൊല്യൂഷൻ ഏതാണ്, സോൾവെൻ്റ് ഏതാണ്, മെറ്റൽ ആൻഡ് ലിക്വിഡ് അമോണിയ ആണ് അല്ലേ. അപ്പോൾ കറസ്പോണ്ടിങ് മെറ്റലിൻ്റെ സൂപ്പർ ഓക്സൈഡ്സും പെറോക്സൈഡ്സും ഉപയോഗിക്കാൻ നമുക്ക് ഇതിനെ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ KO2 നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരിക്കലും വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് KO2 ഉണ്ടാക്കണമെങ്കിൽ വി ക്യാൻ യൂസ് മെറ്റൽ ആൻഡ് ലിക്വിഡ് അമോണിയ. പൊട്ടാസ്യം ആദ്യം അമോണിയയിൽ ഡിസോൾവ് ചെയ്യിക്കുക, അതിലേക്ക് ഓക്സിജൻ പാസ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് KO2, പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ്. നമുക്കറിയാം ഓക്സൈഡ് എപ്പോഴും വരും, O2- ആണ് വരും ഓക്സൈഡ്. ഓക്കെ, കാൽസ്യം ഓക്സൈഡ് CaO. ഓക്സൈഡ് ആണെങ്കിൽ 2- ആണ്. പെറോക്സൈഡ് ആണെങ്കിൽ O-, ഒരു ഓക്സിജൻ്റെ ചാർജ് ആണ്. സൂപ്പർ ഓക്സൈഡ് ആണെങ്കിൽ O-2, -½ കേട്ടോ, -1/2, ദാറ്റ് ഈസ് -½ സോ ഇതിനെ നമ്മൾ ഓക്സൈഡ് പറയും, ഇവരെ നമുക്ക് പെറോക്സൈഡ്സ് എന്ന് പറയാം. ഇങ്ങനെയുള്ള ഓക്സിജൻ ഉള്ളവരെ നമുക്ക് സൂപ്പർ ഓക്സൈഡ് എന്ന് പറയാം. അപ്പോൾ നോക്കൂ, ഇവിടെ എന്താണ് K+ O2- അല്ലേ വരിക, അപ്പോൾ ഒരു ഓക്സിജൻ -1/2 അല്ലേ വരിക. ഓക്കെ, സോ പൊട്ടാസ്യം സൂപ്പർ ഓക്സൈഡ്. ഇത് സോഡിയം പെറോക്സൈഡ്, വരിക -1 വരുന്നുള്ളൂ. അങ്ങനെ സൂപ്പർ ഓക്സൈഡ്സും പെറോക്സൈഡ്സും, മെറ്റൽ സൂപ്പർ ഓക്സൈഡ്സും പെറോക്സൈഡ്സൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വി ക്യാൻ യൂസ് മെറ്റൽ. ഏത് മെറ്റലിൻ്റെ പെറോക്സൈഡാണോ സൂപ്പർ ഓക്സൈഡോ ഉണ്ടാക്കണമെങ്കിൽ അത് മെറ്റൽ അമോണിയയിൽ ഡിസോൾവ് ചെയ്യിക്കുക, എന്നിട്ട് ഓക്സിജൻ പാസ് ചെയ്താൽ മതി. ഓക്കെ, സോ അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിക്വിഡ് അമോണിയ. നമുക്കിവിടെ വാട്ടറിനെ ചിന്തിക്കാൻ പറ്റില്ല, വാട്ടർ നമുക്കൊരു സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്ന റിയാക്ഷൻസ് പറഞ്ഞാൽ സെർട്ടൻ കോംപ്ലക്സസ്. കോംപ്ലക്സ് നമുക്കറിയാലോ, +1 നിങ്ങൾ പഠിച്ചിട്ടില്ലേ. ഓക്കെ, കോംപ്ലക്സസിൽ മെറ്റൽസിനൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ചില കോംപ്ലക്സസിൽ മെറ്റൽസ് വിൽ ഷോ അൺയൂഷ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫോർ എക്സാമ്പിൾ ഇറിഡിയം +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ സ്റ്റേബിളാണ്. ഇറ്റ് ക്യാൻ ഷോ ദ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, അതിനെ നമ്മൾ അൺയൂഷ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇറിഡിയം +1 ആയിട്ടുള്ള കോംപ്ലക്സൊക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ സൊല്യൂഷനെ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇറിഡിയത്തിൻ്റെ ഒരു കോംപ്ലക്സ് IR NH3 5 times Br2. ഇതിങ്ങനെയാണ് കോംപ്ലക്സ് എഴുതുക. നമുക്കറിയാം കോംപ്ലക്സ് ഒരു കാറ്റയോൺ ഉണ്ടാവും, കറസ്പോണ്ടിങ് അയോൺസ് ഉണ്ടായിരിക്കും അതിനെ സറൗണ്ട് ചെയ്തിട്ട്. ഓക്കെ, ഒരു കോംപ്ലക്സ് ഉണ്ടായിരിക്കും, ക്യാരക്ടറിസ്റ്റിക് അയോൺസ് ഉണ്ടായിരിക്കും, ഇത് വാലൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഇറിഡിയത്തിൻ്റെ കോംപ്ലക്സ് ആണ്. അതിലേക്ക് നമ്മൾ പൊട്ടാസ്യം ഇൻ ലിക്വിഡ് അമോണിയയാണ് നമ്മളുടെ സോൾവെൻറ്റ്. ഓക്കെ, പൊട്ടാസ്യം ലിക്വിഡ് അമോണിയ എടുത്തു. ഇവിടെ ഇറിഡിയം എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇതിലേക്ക് എടുക്കുമ്പോൾ ദാറ്റ് വിൽ ചേഞ്ച് ടു IR NH3 5 times Br + 2 kBr. ഇവിടെ നിന്നുള്ള BR ഇല്ലേ, ഓക്കെ, അതെന്തായി മാറി, ഇവിടെ NH3 5 times. ഇവിടെ ഇറിഡിയം എന്ന് പറയുന്നത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇതൊരു അൺയൂഷ്വൽ ഇത് അത്ര സ്റ്റേബിൾ അല്ല. ബട്ട് നമുക്കൊരു +1 ഇറിഡിയം +1 കിട്ടണമെങ്കിൽ നമുക്ക് മെറ്റലും ലിക്വിഡ് അമോണിയ ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് ഇറിഡിയം വിത്ത് +1. സിമ്പിളായിട്ടുള്ള ഒരാളെ പഠിച്ചാൽ മതി. AU 0 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വളരെ ഈസിയാണ് അല്ലേ. ഗോൾഡ് 0 എന്ന് വെച്ചാൽ പ്യുവർ സിൽവർ ഗോൾഡ്. ഓക്കെ, അത് മെറ്റൽ പൊട്ടാസ്യം ഇൻ ലിക്വിഡ് അമോണിയയിലേക്ക് ആഡ് ചെയ്തു വിചാരിച്ചോളൂ. ആ ബ്ലൂ കളേർഡ് സൊല്യൂഷനിലേക്ക് വന്നു വെച്ചാൽ AU- ആയി മാറും, K+. AU- എന്ന് വെച്ചാൽ 1- അല്ലേ. നമുക്കറിയാം ഓറൊക്കെ ഒരു സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതലുള്ളവരാണ് അല്ലെ, റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല, അയോൺസ് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പൊട്ടാസ്യം ലിക്വിഡ് അമോണിയയിൽ AU 0 എന്തായി മാറി, AU- 1- അങ്ങനെ ഇത് പഠിച്ചാൽ മതി, ഇതില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ മെറ്റൽസ് വിത്ത് അൺയൂഷ്വൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അത് കിട്ടണമെങ്കിൽ നമുക്ക് ഇതിനെ മെറ്റലിൻ അമോണിയനെ നല്ലൊരു സോൾവെൻ്റായിട്ട് യൂസ് ചെയ്യാം.
പിന്നൊരു റിയാക്ഷൻ പറയുന്നത് മെറ്റൽ കാർബോണൈൽസ് ഉണ്ട്. മെറ്റൽ കാർബോണൈൽസ് എന്ന് വെച്ചാൽ Mn ട്വൈസ് CO 10 ടൈംസ്. ഇതാണ് കാർബോണൈൽ. CO ഗ്രൂപ്പുള്ള ഒരു തരം കോംപ്ലക്സ് ആണ് കാർബോണൈൽസ്. ഈ മെറ്റൽ കാർബോണൈൽസിനെ മെറ്റൽ കാർബോണേറ്റ്സ്, ചാർജുള്ള സ്പീഷീസ്, ഇത് നോക്കൂ ഇതിൽ ചാർജ് ഇല്ല അല്ലേ, അങ്ങനെ ചാർജുള്ള കാർബോണേറ്റ്സ് ആക്കാൻ നമുക്ക് ഈ മെറ്റലിൻ ലിക്വിഡ് അമോണിയ സൊല്യൂഷൻ ഉപയോഗിക്കാം. ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ Na ആയി മാറും. ഇത് MnCO 5 ടൈംസ് ആയി മാറും. അപ്പോൾ ഇത് രണ്ടെണ്ണം വേണമല്ലേ, ഇവിടെ Mn2 അല്ലേ, ഇത് CO 5 ടൈംസ്, അതെന്തായി മാറി, കാർബണേറ്റ് ആയിട്ട് മാറി. ഇത് മെറ്റൽ കാർബോണൈൽ. CO പറഞ്ഞാൽ ചാർജ് ഇല്ല, പക്ഷേ ഇത് മെറ്റൽ കാർബോണേറ്റ് ആക്കിയിട്ട് മാറ്റി, CO 5 ടൈം. ഇതും CO ചാർജ് ഇല്ല കേട്ടോ, പക്ഷേ ടോട്ടൽ മൈനസ് ചാർജ് വരുന്ന മെറ്റൽ കാർബോണൈൽസിനെ മെറ്റൽ കാർബോണേറ്റ്സ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, സോഡിയം അമോണിയ കാർബോണേറ്റ് കേട്ടോ, ലിക്വിഡിൻ മെറ്റലിൻ ലിക്വിഡ് അമോണിയ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി പിന്നെ പറഞ്ഞിരിക്കുന്നത് വേറെ കുറേ റിയാക്ഷൻസ് നമുക്ക് നടത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫോസ്ഫീൻ PH3 പ്ലസ് പൊട്ടാസ്യം, സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ PH2 മൈനസ് ഫോസ്ഫൈഡായിട്ട് മാറ്റാൻ പറ്റും, ഹാഫ് H2 പ്ലസ് K+. ഓക്കെ, അങ്ങനെ കുറച്ച് റിയാക്ഷൻസൊക്കെ തന്നെ. പിന്നെന്താണ്, കോപ്പർ അയോഡൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം ഇൻ ലിക്വിഡ് അമോണിയ, ഇറ്റ് വിൽ ചേഞ്ച് ടു കോപ്പർ പ്ലസ് NaI. ഇത് നോക്കൂ, ഏത് റിയാക്ഷൻ എടുത്ത് നോക്കിയാലും ഇവിടെയുള്ള ഒരാൾക്കാർ റെഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ, നോക്കൂ ഇലക്ട്രോൺ ആഡ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഇത് നോക്കൂ, ഇലക്ട്രോൺ ആഡ് ചെയ്യുക, ഇത് Cu+ ആണുള്ളത്, അതിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്തപ്പോൾ Cu ആയി. അപ്പം നമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇറ്റ് ഹാവിങ് ദ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ മെറ്റലിൻ ലിക്വിഡ് അമോണിയയെ ഇലക്ട്രോൺ കൊടുക്കേണ്ട എല്ലാ റിയാക്ഷനിലും നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ബൈഹാർട്ട് പഠിക്കേണ്ട, അതിൻ്റെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു എന്നുള്ളൂ. നോക്കൂ, അമോണിയത്തിനെ റെഡ്യൂസ് ചെയ്തു, ഓക്സൈഡ് സൂപ്പർ ഓക്സൈഡ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യുന്നു. ഇറിഡിയം +3 എന്നുള്ളത് +1 ആയി. റിഡക്ഷൻ അല്ലേ ഇവിടെ നടന്നത്, Mn ഇവിടെ 0 ഉള്ളത് ഇവിടെ -ആയി, റിഡക്ഷൻ നടന്നു. ഒക്കെ നോക്കൂ, അപ്പോൾ റിഡക്ഷൻ പ്രോപ്പർട്ടി തരുന്നതാണ് മെറ്റലിൻ ലിക്വിഡ് അമോണിയ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്മൾ എന്തായിരുന്നു പഠിച്ചത്, റിയാക്ഷൻസ്, ദാറ്റ് ഈസ് മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചു, അതിൽ വെച്ച് നടക്കുന്ന റിയാക്ഷൻസ് പഠിച്ചു, കാരണം അതിന് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. ഇനി അടുത്ത സെക്ഷനാണ് റിഡോക്സ് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. നമ്മൾ നേരത്തെ പഠിച്ച മെറ്റലിൻ ലിക്വിഡ് അമോണിയ, ദെൻ മെറ്റലിൻ ലിക്വിഡ് അമോണിയ ഹോൾ ആസ് എ സോൾവെൻറ്റ്. നെക്സ്റ്റ് വി വോണ്ട് ടു സ്റ്റഡി ദ റിഡോക്സ് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. വെറും ലിക്വിഡ് അമോണിയയാണ് ഇവിടെ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. Redox reactions means we know that contains the oxidation and reduction reactions. Okay, so oxidation reduction reaction എന്ന് പറഞ്ഞു വെച്ചാൽ that must contain an oxidant and reductant. An oxidation redox reaction contain oxidant and reductant. What is mean by an oxidant? Oxidant means oxidizing agent. Reductant means reducing agent. എന്താ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഓക്സിഡൈസ് ചെയ്യിക്കുക. മറ്റൊരാളെ ഓക്സിഡൈസ് ചെയ്യിക്കണമെങ്കിൽ ഇയാൾ എങ്ങനെയുള്ള ആളായിരിക്കണം, അയാളിൽ നിന്ന് ഇലക്ട്രോണിനെ സ്വീകരിക്കും അല്ലേ, അപ്പോഴാണ് ഇതിനെന്ത് സംഭവിക്കുക, ഓക്സിഡൈസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരാളെ ഓക്സിഡൈസ് ചെയ്യിക്കണം. എങ്ങനെയാണ് മറ്റൊരാളെ ഓക്സിഡൈസ് ചെയ്യിക്കുക, അയാളുടെ ഇലക്ട്രോണിനെ ഈ ഓക്സിഡൈസിങ് ഏജൻറ്റ് സ്വീകരിക്കും. അയാളുടെ ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് സ്വയം റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റിന് എന്താ സംഭവിക്കുക, റിഡക്ഷൻ സംഭവിക്കും. ഇനി റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മറ്റൊരാളെ റെഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം, മറ്റൊരാളെ റെഡ്യൂസ് ചെയ്യിക്കണം. മറ്റൊരാളെ റെഡ്യൂസ് ചെയ്യിക്കണമെങ്കിൽ ഈ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ത് ചെയ്യും, സ്വയം ഓക്സിഡൈസ് ചെയ്യിക്കണം അല്ലേ. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റിന് ഓക്സിഡേഷൻ സംഭവിക്കും, ഓക്സിഡൈസിങ് ഏജൻറ്റിന് റിഡക്ഷൻ സംഭവിക്കും. ഇത് മാറിപ്പോവരുത്. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ വേറൊരാളെ ഓക്സിഡൈസ് ചെയ്യിക്കുക, വേറൊരാളെ ഓക്സിഡേഷൻ നടത്തുക. റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ വേറൊരാളെ റിഡക്ഷൻ നടത്തുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു മെറ്റലിൻ ലിക്വിഡ് അമോണിയ പറയുന്നത് ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ് അല്ലേ, വേറൊരാളേനെ റെഡ്യൂസ് ചെയ്യിക്കും, സ്വയം ഓക്സിഡൈസ് ചെയ്യിക്കും. അപ്പോൾ റിഡക്ഷൻ ഇലക്ട്രോണിനെ പ്രൊവൈഡ് ചെയ്യാനുള്ള. ഓക്കെ, അപ്പോൾ നമ്മളിനി ലിക്വിഡ് അമോണിയയിൽ വെച്ചിട്ട് ഒരു റിഡോക്സ് റിയാക്ഷൻ നടത്തുക വിചാരിച്ചോളൂ. വി ആർ ക്യാരിയിങ് ഔട്ട് റിഡോക്സ് റിയാക്ഷൻ ഇൻ ലിക്വിഡ് അമോണിയ.
അപ്പോൾ മക്കളെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, റിഡോക്സ് റിയാക്ഷൻ ലിക്വിഡ് അമോണിയയിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ റിഡോക്സ് റിയാക്ഷനിൽ ആരൊക്കെ ഉണ്ടാവും, ഓക്സിഡൻ്റ് ഉണ്ടായിരിക്കും, റിഡക്റ്റൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഓക്സിഡൻ്റ് എന്താ ചെയ്യുക, ഈ റിഡക്റ്റൻറ്റിൽ നിന്ന് ഇലക്ട്രോണിനെ മേടിക്കാൻ പോകും അല്ലേ. ഓക്സിഡൻറ്റ് നേരെ ചെന്ന് റിഡക്റ്റൻറ്റിനോട് ചോദിക്കും. റിഡക്റ്റൻറ്റിൽ നിറയെ ഇലക്ട്രോൺസ് ഉണ്ട്. എന്താ റിഡക്റ്റൻ്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻറ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ സപ്ലൈ ചെയ്യാൻ കഴിവുന്ന ആൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് ലിക്വിഡ് അമോണിയ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ അടുത്തേക്ക് ചെല്ലും, കൂടെ ലിക്വിഡ് അമോണിയ സോൾവെൻ്റ് ഉണ്ടെങ്കിൽ സോൾവെൻറ്റും ചെല്ലും. കാരണം സോൾവെൻറ്റിന് ഇലക്ട്രോണിനെ നല്ല ഇഷ്ടമാണ് അല്ലേ. എവിടെയെങ്കിലും ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി അങ്ങോട്ട് നിൽക്കും. എന്നിട്ട് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സോൾവേഷൻ നടക്കുന്ന ഇലക്ട്രോണിനെ എവിടെ കിട്ടും എന്നറിഞ്ഞു ലിക്വിഡ് അമോണിയ അങ്ങോട്ട് ഓടിച്ചെല്ലും. അപ്പോൾ ഈ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ഇലക്ട്രോൺ ഇരിക്കുകയാണ്. അവിടേക്ക് 2 പേരാണ് ചെല്ലാൻ പോകുന്നത്, ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഓക്സിഡൻറ്റ് പോകുന്നുണ്ട്, കൂടെ അമോണിയയും പോകുന്നുണ്ട്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റിന് ഏറ്റവും ഇഷ്ടം കൊടുക്കാൻ ലിക്വിഡ് അമോണിയയ്ക്ക്. കാരണം എന്താണ്, നമ്മൾ കൊടുത്ത ഇലക്ട്രോണിനെ നന്നായിട്ട് പൊന്നുപോലെ സൂക്ഷിക്കും. കാരണം എന്താ ഉണ്ടാവുക, ഈ ലിക്വിഡ് അമോണിയ അതിനെങ്ങനെ ചുറ്റി നിൽക്കും അല്ലേ. ദാറ്റ് മീൻസ് ദർ ഈസ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഓക്സിഡൻറ്റ് ആൻഡ് ലിക്വിഡ് അമോണിയ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായോ. ഓക്സിഡൻറ്റ് ഈ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ അടുത്ത് ചെല്ലും, കൂടെ ലിക്വിഡ് അമോണിയം ചെല്ലും. മോർ പവർഫുൾ ഈസ് ലിക്വിഡ് അമോണിയ, കാരണം സോൾവേഷൻ എന്നുള്ളൊരു എഫക്റ്റ് ഉണ്ട് അല്ലേ. സോ വെൻ വി ആർ ക്യാരിയിങ് ഔട്ട് റിഡോക്സ് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ ദർ ഈസ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഓക്സിഡൻറ്റ് ദാറ്റ് ഈസ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആൻഡ് ലിക്വിഡ് അമോണിയ. മെറ്റലും ലിക്വിഡ് അമോണിയ എല്ലായിട്ട് കുട്ടികളെ അത് കഴിഞ്ഞു. നമ്മളിനി ലിക്വിഡ് അമോണിയയിലുള്ള മാത്രം കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ആ കോമ്പറ്റീഷനിൽ എപ്പോഴും വിൻ ചെയ്യുക ലിക്വിഡ് അമോണിയ. കാരണം ഇയാൾക്ക് കൊടുക്കാൻ ഇഷ്ടം ലിക്വിഡ് അമോണിയയ്ക്കാണ്. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ദാറ്റ് ഈസ് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ലൈക്ക് HNO3. നല്ലൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് അല്ലേ. നമ്മൾ ഈ HNO3 കൊണ്ടുപോയിട്ട് അമോണിയയിലിട്ടാൽ ദാറ്റ് വിൽ ബിക്കം എ നോൺ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്സിഡൈസിങ് ക്യാരക്ടർ അതിൻ്റെ കുറയും. കാരണം ഇയാളേക്കാൾ സ്ട്രോങ്ങിലാണ് ലിക്വിഡ് അമോണിയ ഇലക്ട്രോണിനെ മേടിക്കാൻ. അപ്പോൾ നമ്മൾ വാട്ടറിൽ നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ബട്ട് ഇൻ ലിക്വിഡ് അമോണിയ ഇറ്റ് ഈസ് വീക്ക് എന്നല്ല നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് നോൺ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് സോ സ്ട്രോങ് ആയ HNO3 പോലെ ഇതിൽ നോൺ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയാണ് ലിക്വിഡ് അമോണിയയിൽ കാണിക്കുക. ആൻഡ് KMnO4 നല്ല സ്ട്രോങ് ആയ ഓക്സിഡൈസിങ് ഏജൻ്റാണ്. അയഡിൻ, ഇവരെല്ലാവരും വീക്ക് ഓക്സിഡൻ്റ് ആയിരിക്കും ഇൻ ലിക്വിഡ് അമോണിയ. ഓക്കെ, അപ്പോൾ നമുക്കൊരു റിയാക്ഷൻ നടത്തണം, ഇത്ര ഓക്സിഡൈസിങ് ഏജൻ്റ് ഒന്നും ഇവരുടെ പാടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, വാട്ടർ ആണെങ്കിൽ ഇവർ ഓക്സിഡൈസിങ് പവർ കൂടും അല്ലേ. അപ്പോൾ നമുക്ക് അത്ര പെട്ടെന്നൊന്നും റിയാക്ഷൻ നടത്തണ്ട, വീക്കായിട്ട് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് ലിക്വിഡ് അമോണിയ ഉപയോഗിച്ചാൽ മതി. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. സോ ഈവൻ strong oxidizing agent like a KMnO4, iodine etc. are weak in liquid ammonia. ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ. 6 KMnO4 പ്ലസ് അത് 6 അമൈഡ്സിനെ NH2 KNH2നെ, ഇവിടെ നമ്മൾ മെറ്റൽ ലിക്വിഡ് അമോണിയ എന്നല്ല എഴുതേണ്ട, വെറും ലിക്വിഡ് അമോണിയയിൽ അമൈഡ്സിനെ എന്താക്കി മാറ്റും, അത് നൈട്രജൻ ആക്കി മാറ്റും കേട്ടോ. ഇക്വേഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, അല്ലാതെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ലാതെ. KMnO4 പ്ലസ് 4NH3 പ്ലസ് നൈട്രജൻ. ഓക്കെ, ഇത്ര മാത്രം അറിഞ്ഞാൽ മതി മക്കളെ. നിങ്ങൾ റിഡോക്സ് റിയാക്ഷൻസിൽ ലിക്വിഡ് അമോണിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ സ്ട്രോങ് ആയ ആൾക്കാരെല്ലാവരും അമോണിയയിൽ വീക്കാണ്. കാരണം എന്താണ്, അമോണിയയ്ക്കാണ് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. ഓക്കെ, so today we start our reactions in non-aqueous solvents. Okay, so general properties, melting point, boiling point, അതിൽ ഓരോ റിയാക്ഷൻ, ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ്, ഡൈപോൾ മൊമെൻറ്റ്, അതിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെയാണ് പഠിച്ചത് അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചു കെമിസ്ട്രി ഇൻ ലിക്വിഡ് അമോണിയ. ലിക്വിഡ് അമോണിയയുടെ മെൽറ്റിംഗ് പോയിൻ്റ് ഇതാണ്, ബോയിലിംഗ് പോയിൻ്റാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ വി ക്യാൻ ചൂസ് ലിക്വിഡ് അമോണിയ ആസ് എ ബെറ്റർ സോൾവെൻറ്റ്. ദെൻ നമുക്ക് ഫ്ലൂറിൻ, ക്ലോറിൻ ഇങ്ങനത്തെ ആൾക്കാരുടെ ഒന്നും റിയാക്ഷൻ നടത്താൻ പറ്റില്ലെങ്കിലും പോളറൈസബിൾ ആയിട്ടുള്ള I-SCN- ഈ റിയാക്ഷൻസ് ഒക്കെ നമുക്ക് ലിക്വിഡ് അമോണിയയിൽ കണ്ടത്. പിന്നെ നമ്മൾ പഠിച്ച റിയാക്ഷൻസ് ഓഫ് ലിക്വിഡ് അമോണിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ് മെറ്റൽസ് ഇൻ ലിക്വിഡ് അമോണിയ. മെറ്റൽ എടുത്തിട്ട് നമ്മൾ ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്താൽ അമോണിയേറ്റഡ് മെറ്റൽ അയോണും അമോണിയേറ്റഡ് ഇലക്ട്രോൺ, ഫ്രീ ഇലക്ട്രോണും ഉണ്ടായിരിക്കും. ഇതിൻ്റെ പ്രസൻസ് കാരണം ദാറ്റ് വിൽ ഷോ പ്രോപ്പർട്ടീസ് ലൈക്ക് കളർ, ബ്ലൂ കളർ. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മെറ്റൽ, മീൻസ് ഇലക്ട്രോൺ ആണ് റെസ്പോൺസിബിൾ. സോ മെറ്റൽ ഏതും ആയിക്കോട്ടെ കളർ വിൽ ബി
blue. Okay, then conducting nature വരാനുള്ള കാരണം because of the presence of these two ions, and paramagnetic is due to the presence of unpaired electron, and hydrogen will produced when there is a catalyst like a Fe2O3. അപ്പോൾ ഇത്രയും പ്രോബ്ലം. പിന്നെ നമ്മൾ പഠിച്ചു റിയാക്ഷൻസ് ഇൻ മെറ്റൽ അമോണിയ സൊല്യൂഷൻസ്. ഈ ഫ്രീ ഇലക്ട്രോൺസ് കാരണം തന്നെ അതിന് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉണ്ട്. മറ്റൊരാളെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും, മറ്റൊരാൾക്ക് ഇലക്ട്രോൺ കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ ഓരോന്ന് പഠിച്ചത്, ഓരോ ഇക്വേഷനും പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിച്ചത് റിഡോക്സ് റിയാക്ഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. ഒരു റിഡോക്സ് റിയാക്ഷൻ നമ്മൾ ലിക്വിഡ് അമോണിയ സോൾവെൻറ്റിൽ വെച്ച് നടത്തുമ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കും. അപ്പോൾ സ്ട്രോങ് ആയവരെല്ലാം വീക്കായിരിക്കും ലിക്വിഡ് അമോണിയയിൽ, കാരണം അവരുടെ എബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും വെൻ കമ്പയർഡ് ടു ലിക്വിഡ് അമോണിയ ടു ആക്സെപ്റ്റ് ഇലക്ട്രോൺ.